ഇപ്പോൾ സാർ പറഞ്ഞ പോലെ CP ഉള്ള കുട്ടികൾക്ക് സംസാരത്തിലും നടത്തത്തിലും ഒക്കെ അഫക്റ്റ് ആവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കുട്ടിക്ക് CP അതായത് സെറിബ്രൽ പാൾസി ഉണ്ടെന്ന് എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? സെറിബ്രൽ പാൽസി ഒരു കുട്ടിക്ക് സെറിബ്രൽ പാൽസി ഉണ്ടോ, എൻ്റെ കുട്ടിക്ക് സെറിബ്രൽ പാൽസി ഉണ്ടോ, ഇതാണ് ആക്ച്വലി ഈ സെറിബ്രൽ പാൽസി കുട്ടികളുടെ അച്ഛനമ്മയുടെ ആദ്യത്തെ ഒരു ഡൗട്ട് ഉണ്ടാവാം. ബിക്കോസ് പ്രസവത്തിൻ്റെ ടൈമിൽ എന്തെങ്കിലും ഈ ഞാൻ പറഞ്ഞ പോലെ എന്തെങ്കിലും ഈ ഡിഫിക്കൽട്ട് ലേബറോ ഇല്ല പ്രഗ്നൻസി ടൈമിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടായി കഴിഞ്ഞാലേ അപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടാവാം ഇങ്ങനെ ഫ്യൂച്ചറിൽ സെറിബ്രൽ പാൽസി വരാൻ ചാൻസ് ഉണ്ട് കുട്ടിക്ക്. അപ്പോൾ അവരുടെ മനസ്സിലൊരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും, എൻ്റെ കുട്ടിക്ക് സെറിബ്രൽ പാൽസി ഉണ്ടോ. ഈ സെറിബ്രൽ പാൽസി എന്ന് പറയുന്നത് നമുക്ക് ഈ ആദ്യം നമ്മൾ കാണാൻ കഴിയുന്നത് ഈ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് വെച്ചിട്ടാണ്. കുട്ടികളാവുമ്പോൾ ഈ ഒരു സമയത്തിൽ ഇരിക്കും, ആ ഒരു സമയം കഴിയുമ്പോൾ നടക്കാൻ തുടങ്ങും, പിന്നെ ഓടാൻ തുടങ്ങും. അപ്പോൾ ആ ഒരു കറക്റ്റ് ടൈമിൽ അതെല്ലാം ചെയ്തിട്ടുണ്ടോ, ഇതാണ് ആക്ച്വലി ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. ഫോർ എക്സാമ്പിൾ ഒരു കുട്ടിയുടെ നെക്ക് ഹോൾഡിങ് ഓർ ഹെഡ് ഹോൾഡിങ് എന്ന് പറയാറുണ്ട്. നമ്മൾ പറഞ്ഞാൽ കഴുത്ത് ഉറച്ചിട്ടുണ്ടോ എന്ന് നോക്കുന്നതാണ്. അത് ഒരു 4 to 5 months നെക്ക് ഹോൾഡിങ് ആയിരിക്കണം. പിന്നെ ഒരു സപ്പോർട്ട് ഇല്ലാതെ ഒരു കുട്ടി 9 മാസം കഴിഞ്ഞിട്ടും ഇരിക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നില്ലയോ. പിന്നെ ഒരു 15 മാസം ഇല്ല 1.5 വർഷം കഴിഞ്ഞിട്ടും കുട്ടി ഒരു സപ്പോർട്ട് ഇല്ലാതെ നടക്കാൻ പറ്റില്ലെങ്കിൽ ഇതെല്ലാം ഒരു റെഡ് ഫ്ലാഗ് സൈൻസ് ആണ്. ഈ കുട്ടിക്ക് എന്തോ പ്രശ്നമുണ്ട്, അപ്പോൾ നമുക്കതൊന്ന് എവാലുവേറ്റ് ചെയ്ത് നോക്കണം. സെറിബ്രൽ പാൽസി ആണോ നമുക്കത് ഡെഫിനറ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല ജസ്റ്റ് ഹിസ്റ്ററി വെച്ചിട്ട്. ബട്ട് ഈ ഒരു കറക്റ്റ് ടൈമിൽ ഒരു ഡിലേ ഉണ്ടെങ്കിൽ ഈ ഒരു നടത്തത്തിലോ ഇല്ല ഒരു സ്പീച്ചിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1.5 കൊല്ലമായിട്ടുള്ള ഒരു കുട്ടി ഒന്നും സംസാരിക്കാനില്ല, പിന്നെ എന്തെങ്കിലും കളിക്കാൻ ഒരു സാധനം എന്തെങ്കിലും കൊടുക്കുമ്പോൾ ആ കുട്ടി അത് കറക്റ്റായിട്ട് പിടിക്കുന്നില്ല, ഇല്ല ഏതെങ്കിലും ഒരു കൈ മാത്രം പ്രിഫറൻസ് കൊടുക്കണം. ഈ ചെറിയ കുട്ടികളിലെ നമുക്കിപ്പോൾ റൈറ്റ് ഹാൻഡഡ് ലെഫ്റ്റ് ഹാൻഡഡ് അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല. ചെറിയ കുട്ടികളുടെ ഒരു ഹാൻഡ് പ്രിഫറൻസ് ഒന്നും ഫിക്സ് ആയിട്ടുണ്ടാവില്ല. സോ അവർ 2 കൈ വെച്ചിട്ടാണ് യൂഷ്വലി കളിക്കാറ്. അങ്ങനെ ഒരു സിംഗിൾ ഹാൻഡിൻ്റെ എപ്പോഴും പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നമുക്കതൊന്ന് എവാലുവേറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ അതേപോലെ ഈ കുട്ടികൾ ഒരു ഡിലേ ആയിട്ടും നടക്കാൻ തുടങ്ങിയിട്ടില്ലെങ്കിൽ അപ്പോൾ നമുക്കൊന്ന് എവാലുവേറ്റ് ചെയ്യേണ്ടി വരും.